ഹായ് ഗൈസ്. സോ നമ്മുടെ കേസിൽ നമ്മളിപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് മ്യൂട്ടേഷനിൽ ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലാസ്റ്റ് മ്യൂട്ടേഷനാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്, അതായത് ലോഗിൻ മ്യൂട്ടേഷൻ. സോ സൈനപ്പും നമ്മൾ എഴുതിയിട്ടുണ്ട്, അതോടൊപ്പം ലോഗ് ഔട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു നമ്മുടെ മ്യൂട്ടേഷനിൽ. ഓക്കെ, ഇനി ലോഗിൻ നമ്മൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സൈനപ്പ് പോലെ തന്നെയായിരിക്കും, പക്ഷേ യൂസറിനെ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോഗിൻ മ്യൂട്ടേഷൻ്റെ വർക്ക് സൈനപ്പിൻ്റെ ഓൾമോസ്റ്റ് കോപ്പി പോലെ എന്ന് പറയാം. എന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺ ടൈപ്പ് ഇവിടെ യൂസർ ടൈപ്പാണ്, അതേപോലെ നമുക്ക് വേണം. പിന്നെ റിട്ടേൺ ടൈപ്പ് കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആർഗ്യുമെൻറ്റ്സിൽ ഇമെയിൽ പാസ്വേഡും പാസ് ചെയ്യുന്നുണ്ട്, ഗ്രാഫിക്കൽ സ്ട്രിങ് തന്നെയാണ്. സോ അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസർ സൈൻ ഇൻ ചെയ്യുമ്പോൾ ആ ഇമെയിൽ പാസ്വേഡാണ് ബാക്ക് എൻഡിലേക്ക് നമ്മൾ അയക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമുക്കൊരു ഓർമ്മ ഉണ്ടാവും, നമ്മൾ സർവീസസിൽ ഇവിടെ auth.js ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫയലിലുള്ള ഫങ്ഷൻസ് സൈനപ്പാണ് നമ്മൾ യൂസ് ചെയ്തത്. സൈനപ്പ് പോലെ തന്നെ അടുത്തൊരു ഫങ്ഷൻ ഉണ്ട്, എന്താണ് ലോഗിൻ എന്നും പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇതിലുള്ള ലോഗിൻ ഫങ്ഷനാണ് ഇതിലെ പാരാമീറ്റേഴ്സ് എന്തൊക്കെ എടുക്കുന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് മനസ്സിലായി ഇമെയിൽ പാസ്വേഡ് റിക്വസ്റ്റ് ഒബ്ജക്റ്റ് എടുക്കുന്നുണ്ട്. സോ ഇത് നമ്മൾ ഈ ലോഗിൻ സൈനപ്പ് അല്ലെങ്കിൽ ലോഗിൻ മ്യൂട്ടേഷൻ കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇമെയിൽ പാസ്വേഡ് ഡാറ്റാബേസിൽ നിന്നുള്ള അത് എക്സിസ്റ്റിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഒതൻറ്റിക്കേഷൻ ശരിയാണെങ്കിൽ സെക്ഷൻ അല്ലെങ്കിൽ കുക്കീസ് അത് റെഡിയാക്കും. പിന്നെ അതിന് ശേഷം റിസോൾവ് ഫങ്ഷൻ ചെയ്യുന്നതിന് ഈ പ്രോമിസ് റിട്ടേൺ ചെയ്യണം. ഓക്കെ, അതായത് പാസ്പോർട്ട് ബേസിക്കലി അസിൻക്രോണസ് ആണ് യൂസ് ചെയ്യുന്നത്, അസിൻക്രോണസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രോമിസ് ഹാൻഡ്ലിങ് എന്താ പറയുക, ഗ്ലൂ കോഡൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പ്രോമിസ് റിട്ടേൺ ചെയ്യണമെന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളത്. സോ ഞാൻ തിരിച്ച് mutation.jsൽ പോയിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് ഇപ്പോൾ ലോഗൗട്ട് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ലൈൻ നമ്മൾ എഴുതാൻ പോകുന്നത് ലോഗിൻ മ്യൂട്ടേഷനാണ്. ഓക്കെ, സോ ലോഗിൻ മ്യൂട്ടേഷനിൽ ഞാൻ ടൈപ്പ് പറഞ്ഞിരുന്നു എന്താണെന്നുള്ളത്, യൂസർ ടൈപ്പ് തന്നെയാണ്. ഓക്കെ, ഇനി ആർക്സിൽ ഞാനിപ്പോൾ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ ആദ്യം ഇമെയിൽ സെയിം സൈനപ്പ് പോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ അതിനുള്ള ടൈപ്പ് അതേപോലെ കൊടുക്കുന്നത്. GraphQL സ്ട്രിങ് കോമ പാസ്വേഡ് ടൈപ്പ് GraphQL സ്ട്രിങ്. ഓക്കെ, ഇനി ആർക്സ് കഴിഞ്ഞു. അടുത്ത പാരാമീറ്റർ റിസോൾവ്, അടുത്ത പ്രോപ്പർട്ടി റിസോൾവ് ആണ്. റിസോൾവിൽ 3 പാരാമീറ്റർ ഉണ്ട്. പാരൻ്റ് വാല്യൂ കോമ ഞാൻ ഡീസ്ട്രക്ചർ ചെയ്തെടുക്കണം ആർക്സിനെ ഇമെയിലും പാസ്വേഡായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്നാമത്തത് റിക്വസ്റ്റ് ഒബ്ജക്റ്റാണ്, അത് അറിയിക്കുന്നു തന്നെ പറഞ്ഞ് കൊടുക്കുകയാണ്. എന്നിട്ട് റിട്ടേൺ ഓത്ത് സർവീസ് ഡോട്ട് ലോഗിൻ ആണ് നമ്മൾ വിളിക്കുന്നത് ഫങ്ഷൻ. എന്നിട്ട് ലോഗിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ 3 ഒബ്ജക്റ്റ് പാസ് ചെയ്യണം, ഇമെയിൽ പാസ്വേഡ് റിക്വസ്റ്റ്. ഓക്കെ, എന്നിട്ടൊന്ന് സേവ് ചെയ്യാം. ഇനി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ നമ്മളിവിടെ ടൈപ്പ് യൂസർ, ഇപ്പോൾ ലോഗിൻ മ്യൂട്ടേഷനിൽ നമ്മൾ എന്ത് വെച്ചാൽ ടൈപ്പ് യൂസർ ടൈപ്പ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ലോഗിൻ ചെയ്ത യൂസറിൻ്റെ ഇമെയിൽ എന്നുള്ള പോലെ ഡാറ്റയൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ആർക്സിൽ ബേസിക്കലി ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമെയിൽ ആൻഡ് പാസ്വേഡിന് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ എന്താ ഇമെയിലും പാസ്വേഡും മാർക്സിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി റിസോൾവ് ഫംഗ്ഷൻ, ആദ്യ ആർഗ്യുമെൻറ്റ് പാരൻറ്റ് വാല്യൂ ആണ്. പാരൻറ്റ് വാല്യൂ നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല കറൻ്റ്ലി. ഓക്കെ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ആർക്സ് ഒബ്ജക്റ്റ് ആണ്. ഡീസ്ട്രക്ചർ ചെയ്തിട്ട് ഞാൻ അതിന് എന്ത് ചെയ്തു, ഇമെയിലും പാസ്വേഡ് എന്ന് പറഞ്ഞുള്ള കറസ്പോണ്ടിങ് വാല്യൂസ് എടുത്തു. ഇനി മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയിക്കുകയാണ്, എക്സ്പ്രസ് റിക്വസ്റ്റ് ഒബ്ജക്റ്റ് ആണ് അറിയിക്കൂ. സോ അതും നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചോദിച്ചാൽ auth_service.logലേക്ക് ഞാൻ അത് കോൾ ചെയ്യണം ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 3 പാരാമീറ്റർ തന്നെയാണ്. നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ഇമെയിൽ പാസ്വേഡ് അറിയിക്കും, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ഇമെയിൽ പാസ്വേഡ് അറിയിക്കുന്നുണ്ട്. സോ സെയിം തന്നെയാണ് ഞാനിവിടെ പാസ് ചെയ്യുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്ന അതേ പാരാമീറ്റേഴ്സ് തന്നെയാണ് ഇവിടെ ഞാൻ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ പാസ് ചെയ്യപ്പെടുന്നു എന്ന് മാത്രം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ സൈനപ്പ് ലോഗൗട്ട് ലോഗിൻ എല്ലാം ഒരേ രീതിയിലാണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സംഭവം റിപ്പീറ്റേഷൻ സ്ട്രക്ചർ ആണെങ്കിൽ സിംപ്ലിസിറ്റി ഇൻ ആർക്കിടെക്ചറാന്ന് പറയാം. ഓക്കെ,
ഇതിലൂടെ GraphQL സ്കീമസ് ക്ലീനായി തന്നെ നമുക്ക് എന്താ പറയുക ക്ലീനാക്കിയിട്ട് വയ്ക്കാൻ പറ്റും. എല്ലാ ബിസിനസ് ലോജിക്കും നമ്മൾ ഓത്ത് സർവീസിലേക്ക് ഡെലിഗേറ്റ് ചെയ്യാം. ഓക്കെ, GraphQL സ്കീമിലേക്ക് ബിസിനസ് ലോജിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വെറും ഒരു കണക്ട് ലെയറാണ്, അല്ലെങ്കിൽ കണക്ടർ ലെയറാണ് അന്ന് നമുക്ക് എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ ബിസിനസ് ലോജിക്കൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലൂടെ ഏതൊരു ഇപ്പോൾ വേറെ ആൾക്ക് എഞ്ചിനീയർ വന്നാലും അല്ലെങ്കിൽ വേറെ ആൾക്ക് ഇത് കോഡ് നോക്കിയാലും മ്യൂട്ടേഷൻ നോക്കി ഉടനെ മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ എഴുതി വെച്ചേക്കണെന്നുള്ളത്. ഓക്കെ, സോ KT കൊടുക്കാനായിട്ട്, നോളജ് ട്രാൻസ്ഫറൊക്കെ കൊടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മളത് ഇത്ര ക്ലീനാക്കിയൊക്കെ വയ്ക്കുമ്പോൾ, കോഡ് വയ്ക്കുമ്പോൾ കൊടുക്കേണ്ട ആവശ്യം വരില്ല. കോഡ് കണ്ടാൽ തന്നെ ഒരു ഇത് മനസ്സിലാവും. എന്നാലും കോഡ് കൊടുക്കുമ്പോൾ ഒന്നും കൂടി, KT കൊടുക്കുമ്പോൾ ഒന്നും കൂടി അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. സോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോഡൊക്കെ എഴുതി കഴിഞ്ഞു, എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഗ്രാഫിക്കൽ ടൂൾ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, സോ ഇപ്പോൾ മ്യൂട്ടേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മ്യൂട്ടേഷനും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതാണെന്ന് വെച്ചാൽ ലോഗിൻ മ്യൂട്ടേഷൻ. കണ്ടോ, ഇമെയിൽ പാസ്വേഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോ ഞാനവിടെ മെൻഷൻ ചെയ്യാണ് മ്യൂട്ടേഷനിൽ ലോഗൗട്ട് മാറ്റിയിട്ട് ലോഗിൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ലോഗിൻ്റെ ഉള്ളിൽ അത് എക്സ്പെക്റ്റ് ചെയ്യുന്ന 2 പാരാമീറ്റർ, ഒന്ന് ഇമെയിലായിട്ട് ഞാൻ test@dst.com എന്ന് പറഞ്ഞു കൊടുത്തു. സെമി കോമ പാസ്വേഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടുന്ന് തിരിച്ച് ഇമെയിൽ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കണം, സൈനപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിച്ച ഇമെയിൽ പാസ്വേഡ് തന്നെയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്, എന്നാലും ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാനിവിടെ റൺ ചെയ്ത് നോക്കാം. നമുക്കത് കിട്ടി. റൺ ചെയ്തപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ യൂസർ സക്സസ്ഫുള്ളി ലോഗിൻ ചെയ്തു എന്നുള്ളത്. കറസ്പോണ്ടിംഗ്ലി സെക്ഷൻസ് അല്ലെങ്കിൽ കുക്കീസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു നെഗറ്റീവ് കേസ് നോക്കാം. അത് സക്സസ് സിനാരിയോ ആണ്. സോ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ വർക്ക് ആയിട്ടുണ്ട്. ഇനി നെഗറ്റീവ് സിനാരിയോ, ഞാൻ ഡാറ്റാബേസിൽ എക്സിസ്റ്റിംഗ് അല്ലാത്ത യൂസറിനെ ലോഗിൻ ചെയ്യാൻ നോക്കുന്നു. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, നമുക്കൊരു എറർ കിട്ടും. ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എറർ കിട്ടുന്നത്. സോ ലോഗിൻ ചെയ്യാനുള്ള നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തത് ഇൻകറക്റ്റാണ്. ഓക്കെ, സോ നമ്മുടെ GraphQL ഇത് ബെറ്ററാണ്, കാരണം നമ്മുടെ GraphQL ഓതൻറ്റിക്കേഷൻ എറർ ഹാൻഡ്ലിംഗ് ഒക്കെ ശരിയായി ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് പിന്നീട് ഫ്രണ്ട് എൻഡ് ഭാഗത്ത് ഈ എറർ മെസ്സേജ് ഉപയോഗിച്ചിട്ട് ഇൻവാലിഡ് ഇമെയിൽ പാസ്വേഡ് എന്നൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇപ്പോൾ വാലിഡ് ഇമെയിൽ ആൻഡ് പാസ്വേഡ് നൽകിയിട്ട് വീണ്ടും ലോഗിൻ ചെയ്താൽ നമുക്ക് കറക്റ്റ് റെസ്പോൺസ് കിട്ടും. സോ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റൺ ചെയ്തിട്ട് സോ സക്സസ്ഫുള്ളി രണ്ടാമത് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഓതൻറ്റിക്കേഷൻ സിസ്റ്റം ബാക്ക് എൻഡിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കറൻ്റ്ലി. ഇപ്പോൾ നമ്മുടെ കേസിൽ നമ്മുടെ 3 മ്യൂട്ടേഷനും കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ 3 മ്യൂട്ടേഷനും നമ്മുടെ കഴിഞ്ഞു. സോ സൈനപ്പ് പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യാനും പ്ലസ് ലോഗിൻ ചെയ്യാനുമാണ് വെച്ചിരുന്നത്. ലോഗൗട്ട് എന്ന് പറഞ്ഞാൽ നിലവിൽ ലൈക്ക് എക്സിസ്റ്റിംഗ് യൂസറിൻ്റെ സെക്ഷൻസൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഗൗട്ട് യൂസ് ചെയ്തിരുന്നത്. ലോഗിൻ ബേസിക്കലി നമ്മൾ ചെയ്തിരുന്നത് വെച്ചാൽ യൂസറിനെ വീണ്ടും ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡാറ്റാബേസിലുള്ള യൂസറിനെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗിൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ നമ്മൾ എന്ന് വെച്ചാൽ ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ് വെരിഫൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ലോഗിൻ ചെയ്തു വന്ന ആപ്ലിക്കേഷൻ കാണിക്കാനുള്ളൊരു ലോജിക്കാണ് നമ്മൾ കൊടുത്തിട്ടില്ല ഇതുവരെ. അത് നമ്മൾ ചെക്ക് ചെയ്യണം. സോ അത് നമ്മൾ ഇനി ലേറ്റർ ഓൺ ചെക്ക് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ സമ്മറി ബേസിക്കലി ഞാനൊന്ന് പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ലോഗിൻ മ്യൂട്ടേഷൻ ആഡ് ചെയ്തു. അതിൽ നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പാസ്വേഡും നമ്മൾ ലോഗിൻ മ്യൂട്ടേഷനിൽ ആർക്സ്മെനിൽ എന്തൊക്കെയാണ് പാസ് ചെയ്യുന്നത് വെച്ചാൽ ഇമെയിലും പാസ്വേഡും പിന്നെ റിക്വസ്റ്റും കൂടി നമ്മൾ പാസ് ചെയ്യുന്നുണ്ട് ഈ ലോഗിൻ മ്യൂട്ടേഷൻ്റെ ഉള്ളിൽ. അതിനുശേഷം നമ്മൾ ഓത്ത് ഡോട്ട് സർവീസ് അല്ല, ഫൈനലി നമ്മൾ ഓത്ത് സർവീസ് ഡോട്ട് ലോഗിൻ നമ്മൾ വിളിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നു വാലിഡ് ലോഗിനെ വെച്ചിട്ടും പിന്നെ ഇൻവാലിഡും വെച്ച്, എന്ന് വെച്ചാൽ സക്സസ് കേസും നെഗറ്റീവ് കേസും വെച്ച് നമ്മൾ ഇവിടെ മ്യൂട്ടേഷനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, സോ നമ്മുടെ ഓതൻറ്റിക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ സൈനപ്പ് ലോഗിൻ ലോഗൗട്ട് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ ഓതൻറ്റിക്കേറ്റ് യൂസറിനെ മാത്രം കാണിക്കാൻ പറ്റുന്ന ഗ്രാഫിക്കൽ ക്വറീസൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അടുത്ത സെഷനിൽ നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്.
സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യുകയാണ്. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാം. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാം. സോ താങ്ക്സ് ലോട്ട്.